എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 2-ാം ലേഖനം, 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഈ വചനം ഇപ്പോൾ ഇവിടെ പറയുന്നതിന് കാരണം, ഈ വീഡിയോയിൽ ഈ വചനത്തെക്കുറിച്ച് പറയുന്നതിന് കാരണം, എനിക്കറിയാവുന്ന ഒത്തിരി മനുഷ്യർ ഈ ആത്മീയമായിട്ട് വർഷങ്ങളായിട്ട് വലിയ ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരും. അപ്പോൾ അവരിൽ പലർക്കും വലിയ ആഗ്രഹമുണ്ട്, അവർക്കൊരു നല്ല ആത്മീയ ശുശ്രൂഷകരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില മനുഷ്യരെ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൂടുതൽ ഈശോയിലേക്ക് നയിക്കണമെന്നും കൂടുതലായിട്ട് അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്നും അങ്ങനെ ആത്മീയമായിട്ട് അവരെ കൂടുതലായിട്ട് വളർത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർക്ക്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതിനുള്ള അവസരങ്ങളോ അതിനുള്ള വേദികളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കിയിരിക്കുന്ന ആത്മീയമായിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മീയമായിട്ടുള്ള അറിവുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു വഴി, അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ആത്മീയ കൃപകളും ആത്മീയ അറിവുകളും ആത്മീയ അനുഭവങ്ങളും ഇവരോടൊപ്പം തന്നെ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിൽ പലരും പല ആത്മീയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നമുക്കറിയത്തില്ല നമുക്കുണ്ടായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ എഴുതുകയും അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ആ കാര്യങ്ങൾ എഴുതുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഞാൻ കണ്ടേക്കുന്ന ചില കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാം. അതായത്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഒത്തിരി നല്ല ആത്മീയ കൃപകളുള്ള മനുഷ്യരും വലിയ ആത്മീയ സിദ്ധികൾ, ജന്മസിദ്ധമായി ഒത്തിരി ആത്മീയ കൃപകളും കഴിവുകളും ഒക്കെ കിട്ടിയിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷേ ഇവരിൽ നല്ലൊരു ശതമാനത്തെ ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ ആത്മീയ പതനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്താണ്. അതായത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപകൾ എല്ലാം നഷ്ടപ്പെട്ട്, ആ ജീവിത വിശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് ആകപ്പാടെ ആത്മീയമായിട്ട് വളരെ അധപ്പതിച്ച ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും പലരെയും കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം അല്ല ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വലിയ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്നും വിശുദ്ധി ജീവിക്കണമെന്നും വിശുദ്ധരായി തീരണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന മനുഷ്യരാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഇന്ന് അങ്ങനെ ആകണമെങ്കിൽ, ഇനി വിശുദ്ധി ജീവിക്കണമെങ്കിൽ പോലും അവർക്ക് അതിനുള്ള വഴികളോ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പറയുമായിരിക്കും ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പ്രാർത്ഥന സെൻറ്ററുകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അങ്ങ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും അത് എല്ലാവരെയും സംബന്ധിച്ച് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. അതൊരു വശം. അങ്ങനെ അതായത് ആത്മനാശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ വളരെയധികം ദുഃഖത്തിലും വേദനയിലും നിരാശയിലൊക്കെ കഴിഞ്ഞ് കടന്നു പോകുന്ന ഒരു വിഭാഗം. എന്നാൽ മറുവശത്ത് ഒത്തിരി ആത്മീയ അനുഭവങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും സിദ്ധികളൊക്കെയുള്ള വേറൊരു സമൂഹമാണ്, വിശ്വാസ സമൂഹമാണ്. അത് അധികം പേരില്ല, എന്നാൽ തന്നെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവരനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളും സിദ്ധികളും കഴിവുകളും കൃപകളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയ ജീവിതം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമോ വേദിയോ സാഹചര്യമോ അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് അങ്ങനെ ഈ അവസരങ്ങളൊന്നും കിട്ടാത്ത വേറൊരു വിഭാഗം. അപ്പം ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റിയ ഒരു വേദി അല്ലെങ്കിൽ പരിഹാരം, ഒരു മാർഗം ആയിട്ട് ഞാൻ കൊറോണയ്ക്കൊക്കെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പ്രയർ ക്യൂബിക്കിൾ എന്ന ഒരു സംവിധാനം, ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രയർ ക്യൂബിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങിയ മുറി അല്ലെങ്കിൽ ഒരു റൂം എന്നൊക്കെയാണ്. പ്രയർ ക്യൂബിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനാമുറി. ഈ പ്രാർത്ഥനാമുറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വീട്ടിലുള്ള ഒരു പ്രാർത്ഥനാമുറി. അത് ശരി, തീർച്ചയായും പ്രാർത്ഥനാമുറിയാണ്. പക്ഷേ ഞാൻ ഈ പ്രയർ ക്യൂബിക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിലുള്ള പ്രാർത്ഥനാമുറിയല്ല. അതിനൊക്കെ ഉപരിയായി ഇപ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ നിത്യാരാധന ചാപ്പലുകൾ നമ്മുടെ വിശ്വാസ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ട്. പള്ളികളിലാണെങ്കിലും അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ട്. നമ്മൾ കാണുന്നത് ഇഷ്ടംപോലെ നിത്യാരാധന ചാപ്പലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഇതുപോലെ തന്നെ അവിടെ നമുക്ക് അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് പരിമിതി എന്നല്ല, അതിൻ്റേതായ ചിട്ടവട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥനാമുറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു കാലിയായിട്ടുള്ള വീടോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വീടോ എന്തെങ്കിലും ഒരു റൂമോ കെട്ടിടമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ റൂം ഒരു ചെറിയ റൂമാണെങ്കിലും മതി. ആ റൂം അയാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അത് അയാളുടെ വ്യക്തിപരമായ പ്രാർത്ഥന എന്നതിനൊക്കെ ഉപരി പ്രാർത്ഥിക്കാൻ, ഈശോയോട് ചേർന്ന് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അയാൾ ആ റൂം മാറ്റിവെക്കും. അങ്ങനെയുള്ളവർക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അത് അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ മുറികൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അവരവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ മുറികൾ ഒരുക്കി വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ, ഒരുപക്ഷെ ഒത്തിരി പേരൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള മനുഷ്യർക്ക് വന്നിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാനും ദൈവവചനം സ്വയം വായിക്കാനും ധ്യാനിക്കാനും ചിന്തിക്കാനൊക്കെയുള്ള ഒരു അവസരമാണ്, ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു സംവിധാനം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊറോണയ്ക്ക് മുമ്പ് പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് പലരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടി ആ പ്ലാനുകളെല്ലാം നിന്നുപോയി. അപ്പം പിന്നീട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലാൻ ഞാൻ വേണ്ട എന്ന് വെച്ചാൽ. പക്ഷേ ഈ 1-2 മാസമായിട്ട് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഇതാണ്: ഈ പ്രയർ ക്യൂബിക്കിൾ, അതായത് പ്രാർത്ഥനാമുറികൾ എന്ന ആ ഒരു ആത്മീയ ജീവിത ശുശ്രൂഷ, പ്രാർത്ഥനാ ശുശ്രൂഷ സംവിധാനം അതൊന്ന് ആരംഭിക്കാൻ പറ്റിയാൽ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് 1-2 മാസമായി വളരെ ശക്തമായിട്ട് കടന്നു വരും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സംവിധാനം ഇങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾ നല്ലൊരു ആത്മീയ മനുഷ്യനാണെങ്കിൽ, അതായത് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന, ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾക്ക് അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളും ആത്മീയ സമ്പത്തുകളും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എവിടെയാണോ അവിടെ ഒരു ചെറിയ ഒരു റൂം, അത് ഒരുപക്ഷെ സ്വന്തമായിരിക്കാം, അല്ലെങ്കിൽ വാടകയ്ക്കോ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയ റൂം അത് സംഘടിപ്പിച്ച് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ആത്മീയ ജീവിതം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിദ്ധികളുള്ള മനുഷ്യർക്ക് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ റൂമിൽ നമ്മൾ ഈ പറയുന്ന പോലെ വലിയൊരു പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ മുതൽ മുടക്കോ ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവശം, അത് ചിലർക്കൊക്കെ എനിക്കറിയാം, ചില മനുഷ്യർക്കൊക്കെ വീടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങളും ഒക്കെ കാലിയായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു റൂം ഇങ്ങനെയുള്ള ഒരു ആത്മീയ ഉദ്ദേശത്തോടു കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തീക്ഷ്ണതയുള്ളവർ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ പ്രാർത്ഥിക്കും, അവർക്കൊരു പുതിയ ആത്മീയ കൃപ, ആത്മീയ ചൈതന്യം അതിലൂടെ ലഭിക്കും. അതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് തന്നെ ഇതിലൊരു വലിയ ആത്മീയ വളർച്ചയുണ്ടാവും. കാരണം നമ്മൾ ആത്മീയമായിട്ട് എങ്ങനെയാണ് വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ അറിവുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരെയും ഈ ആത്മീയമായിട്ട് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഉൾക്കാഴ്ചകളും പുതിയ ആത്മീയ രഹസ്യങ്ങളും ഈശോ നമുക്ക് തുറന്നു തരും, കാണിച്ചു തരും, നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് മറ്റുള്ളവരെക്കാൾ ഉപരിയായി ഈ ശുശ്രൂഷ ചെയ്യുന്നവനും വളരെയധികം ആത്മീയ വളർച്ച വളരെ വേഗമുണ്ടാകും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ കൃപയാണ്. അപ്പോൾ അതിലൂടെ ഉള്ള വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആത്മീയ മനുഷ്യരൊക്കെ ഇങ്ങനെ മരവിച്ച് പോയിട്ടുണ്ട് ഒന്നും ചെയ്യാതെ. അതായത് ആത്മീയമായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല, ഒന്നും പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ല, അവസരവുമില്ല, അതിനുള്ള മാർഗങ്ങളും വഴികളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് മുരടിച്ചു പോകുന്ന മനുഷ്യരുണ്ട്, ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായി പോകുന്ന ആത്മീയ മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉണർവിലേക്ക് വരാനും ആത്മീയ തീക്ഷ്ണതയിലേക്ക് വരാനും കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയിലേക്ക് വളരാനും നിത്യജീവനിലേക്ക് യാത്ര ചെയ്യാനൊക്കെയുള്ള ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രാർത്ഥന മുറി അല്ലെങ്കിൽ പ്രെയർ ക്യൂബിക്കിൾ എന്ന ഒരു ആത്മീയ സംവിധാനം ചെയ്യണം എന്ന് ഞാൻ പ്ലാനിട്ടത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം, ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഞാൻ ഈ പറഞ്ഞ ഈ സംവിധാനത്തിൻ്റെ വേറൊരു പ്രത്യേകത, അത് ആർക്ക് വേണേലും എവിടെ വേണേലും ആകാം. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ അല്ലെങ്കിൽ ആത്മീയ നിയമങ്ങളോ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് നാട്ടിൽ ഏത് ദേശത്താണെങ്കിലും നിങ്ങൾക്ക് സ്വതന്ത്രമായി വ്യാപരിക്കാൻ പറ്റിയ ഒരു റൂമുണ്ടെങ്കിൽ, ഒരു വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ ശുശ്രൂഷകൾ വലിയ ആരവമോ വലിയ കൊട്ടിഘോഷിക്കലൊന്നും ഇല്ലാതെ വളരെ സ്വകാര്യമായി ചെയ്യാൻ പറ്റും. നിശബ്ദമായി ഇങ്ങനെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒത്തിരി ആത്മീയമായി വളരെ സിദ്ധികളുള്ള ആളുകൾ വരികയും അവർ കൂടുതൽ
വിശുദ്ധരാകുകയും വിശുദ്ധിയിലേക്ക് വളരുകയും ചെയ്യും. അങ്ങനെ ഒരു പരിധി വരെ ഈ വളരെയധികം ആത്മീയ സിദ്ധികളുള്ള ആത്മീയ കൃപകൾ ലഭിച്ചിട്ടുള്ള മനുഷ്യരുടെ ആത്മനാശം തടയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിന് പ്രചോദനകരമായ ഒരു വചനമാണ് ഞാൻ ആദ്യം വായിച്ചത്. അതായത് 2 തിമോത്തി 2-ാം അധ്യായം 2-ാം വാക്യം. അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കും. അപ്പോൾ വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. അല്ലാതെ നമ്മൾ പറയും ഇഷ്ടംപോലെ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളും ഒത്തിരി ആളുകളും കാര്യങ്ങളും ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ അതൊന്നും എപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അയാൾക്ക് അയാളുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ കേന്ദ്രമൊന്നുമില്ല. അപ്പോൾ ഇയാളെ കൊണ്ട് എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ എല്ലാ മാസമോ ഒന്നും ഈ ദൂരെ ഒന്നും പോയി ഇതിനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു സാഹചര്യം അവസരമൊന്നും ഉണ്ടായിരുന്നു വരിക. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെങ്കിൽ അയാൾക്ക് സൗകര്യം പോലെ വരാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെയുള്ള ഒരു വീതിയും കൂടി അവസരമാണ്. അത് അയാളുടെ ആത്മീയ നിലനിൽപ്പിന് വളരെയധികം ഗുണപ്രദമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പല നന്മകളും ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മാർഗനിർദ്ദേശം സ്പിരിച്വൽ ഗൈഡൻസ് ഞാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതും പ്രകാരം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കറിയാം നിങ്ങൾ ഒരു തികഞ്ഞ ആത്മീയ ശുശ്രൂഷകനാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇത് നമുക്കറിയാലോ, യുഗാന്ത്യ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നമ്മൾ ഇഷ്ടംപോലെ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യങ്ങളുണ്ട് താനും. പക്ഷേ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്തൊക്കെയോ സംഭവിക്കും, പക്ഷേ ഇതെങ്ങനെയാണ്, എവിടെയാണ്, ഏത് രീതിയിലാണ് എന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഇനി വെളിപ്പെടാൻ പോകുന്നത് ആ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ആയിരിക്കും പലരിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഈശോ സംസാരിക്കുകയും ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ സമയങ്ങളും ഒക്കെ കൂടുതൽ തീവ്രമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ, ഞാനെല്ലാം ഉറപ്പൊന്നും പറയുന്നൊന്നുമില്ല, ഒരുപക്ഷെ ഇത് വരാനിരിക്കുന്ന വലിയ തിന്മയുടെ സമയത്ത് ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു മുതൽക്കൂട്ടും വലിയൊരു കരുതലുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, പ്രവചനമൊന്നും പറയുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതിന് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഇങ്ങനെയുള്ള നിങ്ങളൊരു പ്രെയർ റൂം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ മുറി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഞാൻ സഹായിക്കാം അല്ലെങ്കിൽ എന്ന് പറയുന്നത് കേവലം സ്പിരിച്വൽ ഗൈഡൻസാണ്. അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ലാതെ ഇതിൻ്റെ അകത്ത് ആധിപത്യമോ നിയന്ത്രണങ്ങളോ ഒന്നും എന്നിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കാനോ ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. ഇത് പൂർണ്ണമായും ആരാണോ ഒരു പ്രെയർ റൂമിൻ്റെ ഉടമസ്ഥൻ അയാളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം. അപ്പോൾ അയാൾ
അത്രയും ഒരു ആത്മീയ കൃപയുള്ള മനുഷ്യനായിരിക്കും, ആയിത്തീരും. അതെനിക്കറിയാം. കാരണം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചിട്ടുള്ള നിന്നിട്ടുള്ള മനുഷ്യർ നല്ല രീതിയിൽ ഒരു വലിയ പ്രഘോഷരായില്ലെങ്കിലും നല്ല ശക്തരായ ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ വിളിക്കാം. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏത് രാജ്യത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആരംഭിക്കാവുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ഇതിന് വലിയ പണച്ചെലവോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അന്യമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞാണ് മരണ സമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.